നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കടലക്കറി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ കടല ഞാൻ കുതിർത്താൻ വെച്ചിട്ടുണ്ടായി. അതിനകത്തേക്ക് അര സവാള, അര തക്കാളി, പിന്നെ 1/4 സ്പൂൺ വെച്ചിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ടെന്ന് പറയുമ്പോൾ 3 വിസിൽ കേട്ടോ. ഇത് വെന്ത് വന്നതിന് ശേഷം വേറൊരു പാനിൽ നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് ഈ കാണുന്ന എമൗണ്ടിൽ എടുത്തിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇത് നന്നായി ചൂടായി വരുന്നതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്യാം. വേറൊരു ചട്ടി വയ്ക്കുക. അതിനകത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത സവാളയുടെ ബാലൻസില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം. അത് ഇച്ചിരി വാടി വരുമ്പോൾ ഒരു 1/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ചൂടാക്കി വെച്ച പൊടികളുണ്ട് അത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിങ്ങനെ മുരിഞ്ഞ് വരില്ലേ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള കടലക്കറി ആയിട്ട് നല്ല കുറുകി വരില്ലേ, അങ്ങനത്തെ കടലക്കറി ഇട്ടുട്ടോ. ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ കുഞ്ഞു ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ കടലക്കറിക്ക് തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അരച്ചൊഴിക്കില്ലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യാൻ വെച്ചാൽ നല്ല ടേസ്റ്റുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കറി കിട്ടും.